പിണറായി വിജയന്റെ കെണിയിൽപ്പെട്ട് വടകരയിൽ എത്തിയതാണെങ്കിലും ഷാഫി പറമ്പിൽ എന്ന പയ്യനോട് തോൽക്കുന്നത് ശൈലജ ടീച്ചർക്ക് നാണക്കേട് തന്നെയാണ്. ശൈലജയ്ക്ക് മാത്രമല്ല, CPM-ന് തന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതുറപ്പായപ്പോഴാണ് വൃത്തികെട്ട പ്രചരണത്തിലേക്ക് CPM എത്തിയത്. നേരെ തന്നെ പൊട്ടിക്കാനുണ്ടാക്കിയ ബോംബ് സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൊട്ടി മരിച്ചതോടെ അത് പാളി. പിന്നീടാണ് കാഫീർ പ്രയോഗത്തിലേക്ക് എല്ലാം എത്തിയത്. കാഫിർ പ്രയോഗം പടച്ചുവിട്ടത് ആര് എന്ന ചോദ്യമാണ് വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോഴും കത്തി നിൽക്കുന്നത്. പോലീസ് നാട് നീളെ അന്വേഷിച്ചിട്ടും ആ പ്രയോഗം നടത്തിയ വിദ്വാനെ മാത്രം കണ്ടെത്താനായിട്ടില്ല. LDF സ്ഥാനാർത്ഥി ശൈലജയ്ക്കെതിരെയും UDF-ന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെയും സൈബർ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളിൽ 10ഓളം പേർ ഇതുവരെ അറസ്റ്റിലായി കഴിഞ്ഞു. എന്നാൽ കാഫിർ പ്രയോഗം നടത്തിയ ആളെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനർത്ഥം കള്ളൻ കപ്പിത്താൻ്റെ ഒപ്പം തന്നെയുണ്ട് എന്നതാണ്. നട്ടലിന് ബലമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് പോലീസിനോട്. പോലീസിന് കഴിയുന്നില്ല. യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിൻ്റെ പേരിലാണ് കാഫീർ പ്രയോഗം പ്രചരിച്ചത്. താൻ നിരപരാധിയാണെന്നും കുറ്റക്കാരനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാസിം 2 തവണ പോലീസിൽ പരാതി നൽകി. ഇപ്പോഴത്തെ കോടതിയെ സമീപിക്കാനും ഒരുങ്ങുകയാണ്. ഇതിനിടെയാണ് കാഫീർ പ്രയോഗവുമായി ബന്ധപ്പെട്ട അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വടകര സ്ഥാനാർത്ഥികൾക്കെതിരെ ഇരുഭാഗത്തു നിന്നുമുണ്ടായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് LDF-ലെയും UDF-ലെയും പ്രവർത്തകർ ഇതിനകം തന്നെ ഒട്ടേറെ പേർ അറസ്റ്റിലായി കഴിഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിന് കമൻ്റ് ഇട്ടവനെ വരെ പോലീസ് പൊക്കിയെടുത്തു. സംസ്ഥാനം കടന്നും ചിലരെ പിടിച്ചു. എന്നാൽ ആ ശുഷ്കാന്തി കാഫീർ പ്രയോഗത്തിൻ്റെ കേസിൽ മാത്രം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ പലരും ഉന്നയിക്കുന്ന സംശയം. ഈ സംശയം ഉന്നയിക്കുന്നതിനിടെയാണ് റവല്യൂഷണറി യൂത്ത് ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി വലിയ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. RMPയുടെ യുവജന വിഭാഗമാണത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ്റെ മകൻ ഉൾപ്പെടുന്ന സംഘമാണ് ഈ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് എന്ന സത്യമാണ് റവല്യൂഷണറി യൂത്ത് വെളിച്ചത്ത് കൊണ്ടുവന്നത്. മോഹനൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാം. TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന കേസിൽ അറസ്റ്റിലായ ആളാണ് ഈ മോഹനൻ. ചില ഫോൺ കോളുകളുടെ വിവരം പുറത്തു വരാത്തതിൻ്റെ പേരിൽ മാത്രം പുറത്തു കിടക്കുന്നയാളാണ് മോഹനൻ. പിണറായി വിജയൻ്റെയും ഒക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ചതിയും നെറികേടുമെന്നുമൊക്കെ പുത്തരിയല്ല. പക്ഷേ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ കാഫീർ വർഗീയ പ്രചരണം ഉൾപ്പെടെ സകല വർഗീയ അശ്ലീല പ്രചരണങ്ങളുടെയും കുന്തമുന സ്വന്തം വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്താറായപ്പോഴാണ് സർവകക്ഷി സമാധാന യോഗം വിളിക്കാൻ ഈ മോഹനൻ രംഗത്തെത്തിയത് എന്ന സത്യവും റവല്യൂഷണറി പാർട്ടി പുറത്തുവിടുകയാണ്. സ്വന്തം മകൻ ഉൾപ്പെടുന്ന സൈബർ ക്രിമിനലുകളുടെ ബുദ്ധിയിൽ വിരിഞ്ഞ കാഫീർ വർഗീയ വിഷം ഭാര്യ ഏറ്റെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് റവല്യൂഷണറി യൂത്തിൻ്റെ ആരോപണം. ഭാര്യ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മുൻ കുറ്റ്യാടി MLA KK ലതിക. അങ്ങനെ കുടുംബത്തോടെ ഇത് തന്നെയാണ് പണി എന്ന് തെളിയിക്കുന്നു. ഈ ആരോപണം നേരത്തെ തന്നെ വടകരയുടെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ റവല്യൂഷണറി യൂത്താണ് ഇക്കാര്യം പൊതുമണ്ഡലത്തിൽ തുറന്നു പറഞ്ഞത്. ഏതായാലും ഈ തന്തയില്ലാത്ത പണി CPM നേതാക്കൾ തന്നെ ചെയ്തതാണെന്ന് എല്ലാവരെയും പോലെ വടകരയും ആദ്യം തന്നെ വിശ്വസിച്ചതാണ്. ഇപ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഏതായാലും വടകരയിൽ ഷാഫിയോട് തോറ്റ് നാണം കെടുമെന്ന് അവർ തന്നെ ഉറപ്പിച്ചതോടെ ഇനി യഥാർത്ഥ കാഫീർ എന്ന നെറ്റിപ്പട്ടവും അവർക്ക് തന്നെ സ്വന്തമാക്കാം.